നിലവിലെ യുദ്ധഭീതിയുടെ ആരംഭത്തിൽ തന്നെ നാസിലത്തിന്റെ കുനൂത്ത് ഓതാൻ സമസ്ത ആഹ്വാനം ചെയ്തു. എ.പി. സമസ്ത പ്രാർത്ഥനക്കും. കേരള സംസ്ഥാന ജമിയത്തുലമായുടെ പണ്ഡിതരുടെയും നേതാക്കളുടെയും അത്തരം ആഹ്വാനങ്ങളൊന്നും കണ്ടില്ല. എന്തുകൊണ്ടാണിത്? നിലവിലെ യുദ്ധഭീതി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ആകെ ഒരു തവണ മാത്രമാണ് അവിടുന്ന് നാസിലത്തിൻ്റെ കുനൂത്ത് എന്ന പേരിൽ കുനൂത്ത് നിർവഹിക്കുന്നത്. നമ്മൾ ആ പേര് വിളിക്കുന്ന കുനൂത്ത്. അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിലെ പല സംഘങ്ങളെ പല സന്ദർഭങ്ങളിലായിട്ട് ശത്രുക്കളിലെ ചില പ്രത്യേക ഗോത്രക്കാർ യയില്, ദക്കുവാന്, ഉസയ്യ ഉറൈന എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പല ഗോത്രക്കാർ അതിദാരുണമാം വിധം കൊല്ലുകയും അവർക്ക് പകരം ചെയ്യാൻ അവരൊന്നും പറ്റാത്ത വിധത്തിൽ അവർ ക്രൂരമായി കൊല ചെയ്യുകയും ചിത്രവധം നടത്തുകയും ഒക്കെ ചെയ്ത 2-3-4 സംഭവങ്ങൾ ഒന്നായിട്ടുണ്ടായി. ഈ സംഭവങ്ങളെ തുടർന്ന് അതിൻ്റെയൊക്കെ കാരണക്കാരായ 3-4 ഗോത്രക്കാർക്കെതിരെ, അവിശ്വാസികളായ ഗോത്രക്കാർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈ കുനൂത്ത് നിർവഹിച്ചത്. ഇത് സഹീഹുൽ ബുഖാരിയിലും മറ്റുമൊക്കെ കാണാം. അതൊരു മാസം നിർവഹിച്ചു. ആ ഒരു മാസം നിർവഹിച്ച ഇതാണ് നബിയുടെ ജീവചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവം. അതിൻ്റെ വശങ്ങൾ നോക്കിക്കൊണ്ട് വ്യാപകമാക്കുകയും പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നാസിലത്തിൻ്റെ കുനൂത്ത് സുന്നത്താണ്. ശത്രുക്കളായ അമുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, രോഗങ്ങൾ പോലുള്ള ചില കാരണങ്ങളെ ചൊല്ലി ഉണ്ടാകാം, മുസ്ലിം ഉമ്മത്തിന് വരുന്ന പല പല പ്രശ്നങ്ങളുടെ പേരിലും ഉണ്ടാകാം എന്ന് വ്യാപകമായ അർത്ഥത്തിൽ നാസിലത്തിൻ്റെ കുനൂത്തിനെ നിയമവിധേയമായിക്കൊണ്ട് വിശദീകരിക്കുകയും വിവരിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ ഫുഖഹായി ചെയ്തത്. ആ ഫിഖഹിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നാസിലത്തിൻ്റെ കുനൂത്ത് ഓതാൻ അനുവദനീയമാകുന്ന കാര്യങ്ങളായൊക്കെ കാണാം. പറ്റുന്നവർക്കും മനസ്സിലാക്കുന്നവർക്കൊക്കെ ആകാം. പക്ഷേ പറ്റുന്നിടത്തെല്ലാം ഇത് നടത്തിക്കൊണ്ടിരിക്കുക, ഇത് നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യുക എന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം വന്നിട്ടുള്ള ഖലീഫമാരിലൊന്നും ഉണ്ടായിട്ടില്ല. ഖലീഫമാരങ്ങൾ നോക്കി, ഖലീഫമാരുടെ കാലത്ത് എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിരിക്കണം. 4 ഖലീഫമാരുടെ 30 വർഷക്കാലത്തിലെടുക്കും നാസിലത്തിൻ്റെ കുനൂത്ത് ഓതി എന്നിട്ടൊരു കുനൂത്ത് നമ്മൾ പെട്ടെന്ന് കേൾക്കണില്ല. വലിയ അംവാസല ത്വാഉ എന്ന് പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് വമ്പിച്ച ഒരു സംഭവമായിരുന്നു. മുആദ് ഇബ്നു ജബൽ തങ്ങൾ, ഒരുപാട് സ്വഹാബാക്കൾ, ധാരാളം സ്വഹാബാക്കൾ നിന്ന നിൽപ്പിൽ അങ്ങനെ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോഴും പ്രസംഗിക്കൊണ്ടിരിക്കുമ്പോഴും അങ്ങനെ മരിച്ചു വീഴുക. കയ്യൻ്റെ ഇവിടുന്ന് അങ്ങനെ വീഴുക, പുറത്തു കൂടെ വീഴുക, അങ്ങനെ മരിച്ചു വീഴുക. ഇതാണ് അംവാസല ത്വാഉ എന്ന് പറയുന്നത്. അംവാസൽ തുടങ്ങിയ സ്ഥലമേ ഉള്ളൂ. ഇന്നത്തെ ഇറാൻ്റെ ഭാഗങ്ങളിലുള്ള പേർഷ്യൻ രാജ്യങ്ങളുടെ ഒരു ഭാഗമാണ് അംവാസൽ. ആ അംവാസല ത്വാഉ എന്ന് പറയുന്നത് ത്വാഉവിന് വച്ച് മാരകമായ രോഗമായിരുന്നു. അതിൻ്റെ പേരിൽ ഉമർ എന്നവരെ നാസിലത്തിൻ്റെ കുനൂത്ത് പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങളും ഒരുപാട് യുദ്ധങ്ങളും സംഭീതിജനകമായ തരത്തിലുള്ള പലതും ഉണ്ടായിട്ടുണ്ട്. റോം പേർഷ്യൻ സാമ്രാജ്യത്തെ തകർത്തെറിഞ്ഞത് തന്നെ ഉമറുൽ ഫാറൂഖ് എന്നവരുടെയും ഉസ്മാൻ എന്നവരുടെയും കാലത്തല്ലേ. അപ്പോൾ എത്ര വമ്പൻ പോരാട്ടങ്ങളിൽ ലക്ഷക്കണക്കിന് വരുന്ന സൈന്യങ്ങളുടെ പോരാട്ടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും അത്തരം ഖലീഫമാരുടെ കാലത്തൊന്നും അവരങ്ങനെ നിർവഹിക്കാതിരുന്നത് ഇതൊരു കാര്യപ്പെട്ട കാര്യമാണ്. ഇതൊരു നിസ്കാരവുമായി ബന്ധപ്പെട്ട് രൂപമാറ്റം വരുത്തുന്ന, ഒരു പ്രത്യേകമായ രൂപത്തിൽ നിന്ന് മാറ്റം വരുത്തുന്ന ഒരു രൂപമാണല്ലോ എന്നതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ഓർമ്മയിൽ തന്നെ അങ്ങനെയാണ് പോന്നിട്ടുള്ളത് ഇത്രയും കാലങ്ങൾക്കിടയിൽ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ വാട്സാപ്പ് കൂടെ ഇങ്ങനെ പറയാനും എല്ലാവരും എത്തിക്കാനുമുള്ള ചാൻസ് കിട്ടി വെക്കുമ്പം മിണ്ടണോനൊക്കെ മുഫ്തിമാരും പറയണോനൊക്കെ ആഹ്വാനക്കാരുമാണ് ഓരോന്നിനും. അതിൽ ദിക്റുകളുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്, പലതരം ആഹ്വാനങ്ങളുണ്ട്, പലതരം മസാലകളുണ്ട്. ഇതൊക്കെ ഒരുപാട് കാലം ധാരാളം ജീവിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് വരുന്നതല്ലാത്ത രീതിയിൽ അതിൻ്റെ മുമ്പത്തെ കാലത്തൊന്നും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നിസ്കാരത്തിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന ആഹ്വാനം നമ്മൾ കേട്ടിട്ടില്ലല്ലോ. പിന്നെ ഇതൊരു സംഘടനക്കാരിയൊന്നും അല്ലല്ലോ ഇത്.
കേരള സംസ്ഥാന ജമിയത്തുലമ ചെയ്തോ എന്ന് ചോദിച്ചാൽ കേരള സംസ്ഥാന ജമിയത്തുലമ നാസിലത്തിൻ്റെ കുനൂത്ത് പോലത്ത് പറയാനായിട്ടുണ്ടാക്കിയൊന്നുമല്ലല്ലോ. അതിൻ്റെതായ രീതികളും ഭരണഘടനാപരമായ പ്രവർത്തനമൊക്കെ അല്ലേ. ഇത് മഹല്ലിൻ്റെ നായകന്മാരും മഹല്ലിലെ ഖാദിമാരും അവിടെ നിസ്കരിക്കുന്ന ആളുകളും അവർ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ടതാണ്. ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ചെയ്യണമെന്നുമില്ല, സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ ചെയ്യണമെന്നുമില്ല. ഈ യുദ്ധം തുടങ്ങിയിടം മുതൽക്ക് എല്ലാവരും പ്രാർത്ഥനക്കാരാണ്. പ്രാർത്ഥിക്കാത്ത ഒരു മുസ്ലിമുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയും പ്രാർത്ഥിക്കും. നമ്മളെല്ലാവരും ഇത് പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥനാ നിരതർ തന്നെയാണ് മുസ്ലിം ഉമ്മത്തിലെ ഓരോ വ്യക്തിയും. പിന്നെ ഇപ്പം നിസ്കാരത്തിലായിട്ട് ഇങ്ങനെ ചെയ്യാന്ന് പറയുന്ന ഒരു രൂപമുണ്ടാക്കാനായി പറയണമെന്നൊന്നുമില്ലല്ലോ. പറഞ്ഞവരെ നമ്മൾ കുറ്റപ്പെടുത്തല്ല, പറഞ്ഞ ആളുകൾക്ക് അത് പറയാനുള്ള ന്യായമുണ്ട്. മസാല തെറ്റ് പറയല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഘടനയാണല്ലോ, ഉലമാക്കന്മാരുള്ളൊരു സംഘടനയാണ്. അപ്പോൾ അവർക്കത് പറയാം, അവർ പറഞ്ഞാൽ കേൾക്കാൻ ആളുമുണ്ട്. പക്ഷേ പലപ്പോഴും ഇത് അനർത്ഥത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ചാണ് ഇപ്പോൾ നമ്മൾ നോക്കി. കൊറോണയ്ക്ക് വേണ്ടിയിട്ട് അതിന് വന്ന ഉടനെ കുനൂത്ത് ഓതാൻ വേണ്ടി പറഞ്ഞു. 2 കൊല്ലം ഓതിയ 2 കൊല്ലം കൊറോണൻ്റെ കുനൂത്ത് ഓതിയിട്ട് ഇത് അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് തിരിയാതെ ആൾക്കാർ കുഴങ്ങിപ്പോയി. നാട്ടുകാരും കുഴങ്ങി, മൂല്യന്മാരും കുഴങ്ങി. പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ വയ്യ. ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ എല്ലാവരും കൂടും കുനൂത്ത് ഓതിച്ചു. അത്തരം കാലത്തൊക്കെ 2 കൊല്ലമൊക്കെ കുനൂത്ത് ഓതുമ്പോൾ ആ കാലത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വിചാരിക്കുക 5 വക്തിനും കുനൂത്ത് സുന്നത്താണ്, നിയമമാണ്. സുന്നത്തൊന്നുമല്ല. ഞാൻ എൻ്റെ ഒരു ബന്ധുസ്ത്രീ നിസ്കാരങ്ങളൊക്കെ റെഡിയായിട്ട് നിന്ന് നിസ്കരിച്ചു. സുബ്ഹ് അവരെപ്പോഴും ഇരുന്നാണ് നിസ്കരിച്ചത്. ഒരു പുതിയ എണ്ണായിട്ട് വന്നപ്പോൾ സുബ്ഹ് ഇരുന്ന് നിസ്കരിച്ചു. അപ്പോൾ എന്തേ ചോദിച്ചു നോക്കുമ്പോൾ ആ കുട്ടി നീച്ചു നോക്കുമ്പം എഴുന്നേൽക്കുമ്പം കാണുന്നത് ആ കുട്ടീൻ്റെ ബാപ്പ ഇരുന്ന് സുബ്ഹ് നിസ്കരിക്കുന്നതാണ്. ചെറുപ്പം മുതലേ കാണുന്ന അതാണ്. ബാപ്പാക്ക് വയ്യായിട്ട് വയസ്സായിട്ട് ഇരുന്നിട്ട് നിസ്കരിക്കുന്നതാണ് കാണുക. ഈ സുബ്ഹ് നിസ്കരിക്കുന്നത് മാത്രമേ ഈ കുട്ടി കാണുന്നുള്ളൂ. അപ്പോൾ ആ കുട്ടി സുബ്ഹ് എന്നും ഇരുന്ന് നിസ്കരിക്കും. ബാക്കി 5 വക്തൊന്നും നിസ്കരിക്കും. അപ്പോൾ എങ്ങനെയാണ് വിചാരിച്ച് ബാപ്പ അങ്ങനെ നിസ്കരിക്കുന്നതുകൊണ്ട് സുബ്ഹ് ഇരുന്നാ നിസ്കരിക്കേണ്ടിയെന്ന് മനസ്സിലാക്കുക. ഇരുന്നിട്ട് കുനൂത്തൊക്കെ ഓതും. അപ്പം ഈ രീതിയിൽ നമ്മൾ കുട്ടികൾ ഈ 5 വക്തും ഇങ്ങനെ തന്നെ കുനൂത്ത് ഓതിയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ, ഇത്രയൊക്കെ നീണ്ടുപോയാൽ പലപ്പോഴും അത് ദോഷഫലങ്ങൾ ചെയ്യൂലേ. ഇത് നിസ്കാരത്തിൻ്റെ ഒരു അനിവാര്യമായ ഭാഗമാണെന്ന് സാധാരണക്കാർ ധരിക്കും. അതിനൊക്കെ ഇടവരും. ഇനിയത്തെ കാലമാണെന്ന് വെച്ചാൽ പോരാട്ടങ്ങളുടെയും യുദ്ധങ്ങളുടെയും കാലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനത്തിലുള്ളതാണ്. അത്തരം പോരാട്ടങ്ങളൊക്കെ കാത്തിരിക്കുക നമ്മൾ. അങ്ങനെ ഓരോന്ന് വരുമ്പോഴും ഓരോരോ കുനൂത്ത് നമ്മൾ പാസ്സാക്കി കഴിഞ്ഞ് കുനൂത്ത് എന്നും നടത്താനേ ഇടണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാതെ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ അതിൻ്റേതായ നയപരിപാടികളുമായി പോകുന്നത്. ഇതിൽ പ്രാർത്ഥിക്കുന്നതിനോട് വെറുപ്പുണ്ടായിട്ടോ മറ്റൊന്നുമല്ല. നമസ്കാരത്തിൽ പല മസലകളും വരും. കുനൂത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോഴും പല മസലകളും വരും. അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളും ഈ പല അർത്ഥത്തിലും പല നിലയിലും പലതും ചെയ്തെന്ന് വരും. കാരണം അമേരിക്കക്ക് ഇതിൽ ദ്വാരക്കാനോ ഇസ്രായേലിന് ഇതിൽ ദ്വാരക്കാനോ ഒക്കെ കിട്ടിയ ചാൻസ് ആയത് ഓരോരുത്തരൊക്കെ ദ്വാരക്കാൻ തുടങ്ങി. ഞാൻ എന്തൊക്കെയാ പറയാൻ കഴിയില്ല. അറബിനിങ്ങനെ ഈ ഭാരത്തിൻ്റെ കാക്കിട്ടുള്ള പോലെ അള്ളഹാനോട് ദ്വാരക്കുമ്പോൾ അതിൽക്കൂടെ ഒരു മൈക്കും വെച്ചുകൊണ്ടേക്കാർ ആ മൈക്ക് കൂടെ ജഹറായിട്ടാണുള്ളത് ഓതും ചെയ്യുക. അപ്പോൾ ജഹറായിട്ട് ഓതുക. 2 ശരിയായ നിസ്കാരത്തിനും ജഹറായിട്ടാണ് നാസലത്തിൻ്റെ കുനൂത്ത് ഓതുക. അപ്പോൾ അത് ജഹറായിട്ട് ഓതാൻ ചാൻസ് കിട്ടിയാൽ നമ്മളെ മൂല്യന്മാർ പിന്നെ അതൊരു പരിപാടിയാക്കി മാറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ശല്യങ്ങളൊക്കെ ഇതിൽ വരാനിടയുണ്ട്. ഇതുകൊണ്ടാകാം മറ്റ് സംഘങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമ മാത്രമൊന്നുമല്ലല്ലോ, വേറെ സംഘങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞവരങ്ങനെ നിർവഹിച്ചു കൊള്ളട്ടെ, അവരെ അനുസരിക്കുന്നത് നിർവഹിച്ചു കൊള്ളട്ടെ. നമ്മുടെ മഹല്ലുകളിലൊന്നും നമ്മളങ്ങനെ പാസ്സാക്കിയിട്ടില്ല. അത് പല ദുരിതങ്ങളും വരുമെന്ന് കരുതിയിട്ടാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമല്ല. ചെയ്യുന്നത് അനുവദനീയമല്ല എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ പലതരത്തിലുള്ള നാശങ്ങൾ ഇതുകൊണ്ടൊക്കെ വരാനിടയുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ഒരു ആഹ്വാനമൊക്കെ നടത്താത്തത്. സംസ്ഥാനാടിസ്ഥാനത്തിൽ ആഹ്വാനം നടത്തേണ്ട ഒരു കാര്യമായി അത് കൂട്ടേണ്ടതുമില്ല.